അവരാവശ്യം IVF ചെയ്യലായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല. ഹോസ്പിറ്റലിൻ്റെ പേര് പറയാൻ എനിക്ക് പേടിയും മടിയൊന്നുമില്ല. കണക്ക് പറഞ്ഞാൽ അത് ചൂഷണമാണ്. കാരണം നമ്മളെപ്പോലെയുള്ള നിസ്സഹായർ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായി കാണുക എന്നുള്ളത് അത് ഏതൊരാളുടെയും അത്രയും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ ഒരാളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, ഒരു ഹോസ്പിറ്റലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമസ്കാരം, എൻ്റെ പേര് സമീർ. എൻ്റെ പേര് ജസീല. ഞങ്ങളുടെ വീട് വൈലത്തൂരാണ്. തിരൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. 16ാമത്തെ വർഷമാണ്. ഈ 15 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഒരു 6 മാസം ആയ സമയത്ത് തുടങ്ങിയതാണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി. ഒരുപാട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ 15 വർഷത്തിൽ ഒരു 2 വർഷം ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് കംപ്ലീറ്റ് ഒരു ഹോസ്പിറ്റലിലേക്കായിട്ട് ഇങ്ങനെ മാറി മാറി പോകായിരുന്നു. ഈ കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞാനൊക്കെ 15 വർഷം അനുഭവിച്ചതാണ്. ഞാനൊരാളാണ്, പുരുഷനാണ്. നമ്മൾ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും, രാത്രി തിരിച്ചു വരും. പക്ഷേ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കല്യാണത്തിനായിട്ടും വിരുന്നിനായിട്ടും പല പരിപാടികൾക്കൊക്കെ ആയിട്ട് പോകുന്നതാണ്. ആ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരുടെ ചോദ്യം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റില്ല. കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവം പലർക്കും വാരിക്കോരി കൊടുക്കും. ചിലർക്ക് കുറച്ച് വൈകിട്ട് കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കൂല. എന്ന് കരുതിയിട്ട് ആ പേരും പറഞ്ഞിട്ട് ഒരാളെയും ഒരു കാരണവശാലും അത് പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വ്യക്തമായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് എൻ്റെ വൈഫിന് എന്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആവാത്തത്, ടെസ്റ്റുകാർ രണ്ടാളെയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവളെയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം എന്താണെന്ന് ആരും പറയാറുണ്ടായിരുന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയതല്ലേ, ഇവിടെ ഒന്ന് പോയി നോക്ക്, എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്നുള്ളത് അറിയാമല്ലോ, നല്ല ഹോസ്പിറ്റലിലാണ് പറഞ്ഞു കേട്ടത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഫോം വിളിച്ചതിനും ബുക്ക് ചെയ്തിട്ടാണ് പോയി അവിടെ ചെന്ന് അവിടെ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഡീറ്റെയിലൊക്കെ കൊടുത്ത് ആക്കി ഡോക്ടറെ കണ്ടു. അവിടെ സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് പോയ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ വേറെ വല്ല ആവശ്യത്തിന് പോകണ മാതിരി, അവരാവശ്യത്തിന് പോകുന്ന പോലെ സമീപനം ഉണ്ടല്ലോ, നമ്മളോടുള്ള സമീപനം, നമ്മൾ ചെല്ലുന്നത് നമ്മളെ വിഷമം കൂടി, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് പോകുന്നത്, നമ്മുടെ ഉള്ളിൽ അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പല ഹോസ്പിറ്റലിൽ നിന്നും അവിടെയുള്ള സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്ന് വരെ നമുക്ക് അത്ര നല്ല സമീപനം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എന്തോ വേറൊരു നികൃഷ്ട ജീവികളെ കാണുന്ന പോലെ വരെ ഉള്ള സമീപനം ഉണ്ടായിട്ടുണ്ട് പല ഹോസ്പിറ്റലിൽ നിന്നും. അവർക്ക് എന്താണ്, ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു നമുക്ക് പരിശ്രമിക്കാം, ദൈവമാണ് തരുന്നത്, നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞു. 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 4ാമത്തെ മാസത്തിൽ വൈഫ് പ്രഗ്നൻ്റ് ആയി. അൽഹംദുലില്ലാഹ്. എല്ലാ സ്റ്റാഫുകളും നല്ല ഇതാണ്. നമ്മുടെ സെക്യൂരിറ്റിക്കാരനടക്കം നല്ല സ്വഭാവമാണ്, നല്ല സമീപനാണ്. അവിടുന്ന് 4ാമത്തെ മാസത്തിൽ വൈഫ് പ്രഗ്നൻ്റ് ആയി. വീണ്ടും 6 മാസം അവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതാണ് ഇപ്പം ഞാൻ മറ്റുള്ളവർക്ക് അറിയേണ്ടത്. കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയേണ്ടത്. മക്കളെ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് റബ്ബ് തന്നിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ മകന് എമിൽ ലൈബക്ക്. 5 മാസം പ്രായമായി. 15 വർഷത്തിന് ശേഷം ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. അത് ബ്ലിസ്സിലൂടെ. ബ്ലിസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും ഡോക്ടറും അടക്കം എല്ലാവർക്കും, ഇത് ഇങ്ങനെ ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തി തന്ന എൻ്റെ ഫ്രണ്ടിനും ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.